ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ മതം, ജാതി, സമുദായം, വർഗം എന്നിവയുടെ പേരിൽ വോട്ട് നേടിയാൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിനെതിരെ പരാതി വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ വിജയിച്ച ആളെ പിന്നീട് അയോഗ്യനാക്കി മാറ്റുകയും ചെയ്യും. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മുന്നിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിനൊരു നിയമവുമുണ്ട്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 123(3) എന്ന് പറയുന്ന ഒരു വകുപ്പുമുണ്ട്. ഈ വകുപ്പിൽ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതായത് ജാതി, മതം, വർഗം, സമുദായം എന്നിവ ഉപയോഗിച്ച് ഒരു കാരണവശാലും സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ പാടില്ല. സ്ഥാനാർത്ഥി മാത്രമല്ല, ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ ആരെങ്കിലും ഒരാൾ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ, അതിനെതിരെ ഒരു പരാതിയും അത് തെളിയിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ, അയാൾ വിജയിച്ച ഒരാളാണെങ്കിൽ, MLA യോ MP യോ ആണെങ്കിൽ, അയാൾ പിന്നീട് അയോഗ്യനാക്കി മാറുകയും ചെയ്യും, അയോഗ്യനാക്കി തീർക്കുകയും ചെയ്യും അയാളെ. ഇത്തരത്തിലുള്ള നടപടികൾ നമ്മുടെ രാജ്യത്ത് ഒരുപാടുണ്ടായിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ പോലും ഈ വിഷയത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുള്ളത്. ഇങ്ങനെയൊരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ മതം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനം ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ ശബരിമല വിഷയമെന്ന് നമുക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് BJPയുടെ പല നേതാക്കന്മാരുടെയും പ്രസംഗങ്ങൾ ഒരു വർഗീയ ചൊവ്വയുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഒരു തിരഞ്ഞെടുപ്പുമായി കടന്നു വരുമ്പോൾ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ശബരിമല വിഷയം ഉന്നയിക്കുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ആ പാർട്ടിയിലെ പ്രവർത്തകർ ആ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. അപ്പോഴൊക്കെ ഹൈന്ദവ മതത്തിന്റെ ഒരു പ്രശ്നമാക്കി അത് മാറ്റി അതിനെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് ആക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു പരാതി അതിനെതിരെ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥി വിജയിച്ചതിന് ശേഷം അയോഗ്യനാക്കപ്പെടും. അതായത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അയോഗ്യരാക്കപ്പെടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അഴീക്കോട് വിഷയങ്ങളൊക്കെ അതിനൊരു വലിയ ഉദാഹരണമാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ പോലും അതൊരു ഉദാഹരണമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മതം പറഞ്ഞ് വോട്ട് നേടുക എന്നുള്ളതാണ്. അതായത് ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, ഞങ്ങളൊക്കെ ഹൈന്ദവരാണ്, ഞങ്ങളൊക്കെ ക്രൈസ്തവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരൂ എന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥനയുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയ ഒരു തെറ്റായി കാണപ്പെടും. തുടർന്ന് അത് ചട്ടലംഘനത്തിന്റെ ഭാഗമാവും. അത്തരത്തിലുള്ള പ്രചരണം നടത്തിയാണ് വോട്ട് നേടിയത് എന്നുള്ള ഒന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ, അതിനു മുമ്പ് തന്നെ അത്തരം വിഷയം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അയോഗ്യനാക്കപ്പെടും. ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, ഇതിനൊക്കെ വലിയ രീതിയിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് 123(3) എന്നുള്ള ഒരു വകുപ്പ് വ്യക്തമാക്കുന്നുള്ളത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പാണ്. അത് മാത്രമല്ല, മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ചിലയിടങ്ങളിൽ ജാതി പറഞ്ഞ് വോട്ട് നേടാറുണ്ട്. നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കാറുണ്ട്. ജാതി പറയും, അതായത് ഹൈന്ദവ മതത്തിലാണെന്നുണ്ടെങ്കിൽ ജാതി പറഞ്ഞുകൊണ്ട് വോട്ട് നേടാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വോട്ട് നേടിക്കഴിഞ്ഞാൽ, അതും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാവട്ടെ അയാളും അയോഗ്യനാക്കപ്പെടും. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, അപ്പോൾ ശബരിമല വിഷയം നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും. എന്നാൽ പറ്റും എന്ന് നമുക്ക് പറയാം. അതായത് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ശബരിമല വിഷയത്തിൽ പറയാം. സർക്കാരിന്റെ ശബരിമല വിഷയത്തിലെ നിലപാടുകളെ, തീരുമാനങ്ങൾ, സർക്കാർ എടുത്ത നടപടികളെ കുറിച്ച് പറയാം. പക്ഷെ അത് പറയുമ്പോൾ അതിലോട്ട് മതം കൊണ്ടുവരരുത്, മറ്റുള്ള വിഷയങ്ങളൊന്നും കൊണ്ടുവരാതെ അതിനെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങൾ, അതായത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് അപ്പുറം എത്താതെ, ചട്ടലംഘനം നടക്കാതെ, മറിച്ച് തിരഞ്ഞെടുപ്പ് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായാൽ മാത്രമേ യഥാർത്ഥ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ. ഇത് ഏറ്റവും വലിയ ഒരു തിരിച്ചടി BJPക്കാണ് നൽകുന്നുള്ളത്. ശബരിമല വിഷയത്തെ ആയുധമാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന BJPയുടെ പല നേതാക്കന്മാരും ഇനി ശബരിമല വിഷയം പറയുമ്പോൾ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ക്രമക്കേടുകൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ പറയുന്നതിൽ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കാനുള്ള ഒരു വലിയ പ്രതീക്ഷയൊന്നും കാണുന്നില്ല. എന്നാൽ പോലും അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ, ചിലപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വിജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് വിജയിക്കുന്നതെങ്കിൽ പിന്നീട് അയോഗ്യനാക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.